ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. സമയമിപ്പോ 2026 പകുതിയായി. നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയൊരു ഡീല് നിങ്ങൾ ക്ലോസ് ചെയ്തു. ഓ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള നിമിഷം. അതെ, തീർച്ചയായും. അപ്പോ ആ സന്തോഷത്തോടെ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റം ഓപ്പൺ ചെയ്ത് പതിവ് പോലെ ആ ക്ലയന്റിന് ഒരു സ്റ്റാൻഡേർഡ് PDF ഇൻവോയ്സ് ഇമെയിൽ ചെയ്യുന്നു. നിങ്ങൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണല്ലോ. സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യാറ്. പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ ആ ഇമെയിൽ റിജക്റ്റ് ചെയ്യപ്പെടുന്നു. ക്ലയന്റിന്റെ സിസ്റ്റം അത് സ്വീകരിക്കുന്നില്ല. പോരാത്തതിന് കൃത്യമായ ഇൻവോയ്സ് നൽകാത്തതിന്റെ പേരിൽ ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു തുക പിഴയും വരുന്നു. വാവ്, അതൊരു വലിയ തിരിച്ചടി തന്നെയാണല്ലോ. അതെ, എന്തുകൊണ്ടെന്നല്ലേ? കാരണം UAE-യിൽ PDF ഇൻവോയ്സുകൾ ഔദ്യോഗികമായി മരിച്ചുകഴിഞ്ഞു. ശരിയാണ്. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. UAE ധനകാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങളും ഒപ്പം KPMG, ഗ്രാൻഡ് തോൺടൺ, ധ്രുവ കൺസൾട്ടൻസ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകളുമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അതെ, വളരെ നിർണായകമായ റിപ്പോർട്ടുകളാണത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു നികുതി നിയമത്തെക്കുറിച്ചല്ല, മറിച്ച് UAE-യിലെ ബിസിനസ് മേഖലയിൽ വരാൻ പോകുന്ന ഒരു വലിയ IT ഭൂകമ്പത്തെക്കുറിച്ചാണ്. അതായത് പുതിയ ഇൻവോയ്സിംഗ് സംവിധാനം. ശരിക്കു പറഞ്ഞാൽ ഇതൊരു അടിസ്ഥാനപരമായ മാറ്റം തന്നെയാണ്. തീർച്ചയായും. നിങ്ങളൊരു കമ്പനിയുടെ ഉടമയോ CEO അതല്ലെങ്കിൽ വെറുമൊരു മീറ്റിംഗിന് തയ്യാറെടുക്കുന്ന പ്രൊഫഷണലോ ആകട്ടെ, ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. കാരണം ഇത് അക്കൗണ്ടന്റുമാർ മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല. അതെ, ബിസിനസ് ചെയ്യുന്ന രീതി തന്നെ മാറാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ ബിസിനസ് ചെയ്തിരുന്ന രീതി ഇനി ഓർമ്മ മാത്രമാവും എന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത്. നമുക്ക് ഈ വിഷയം ഒന്ന് വിശദമായി പരിശോധിക്കാം. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഈ ഇൻവോയ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളിപ്പോ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തുണ്ടാക്കുന്ന ബില്ലുകൾ തന്നെയല്ലേ? അല്ല, അവിടെയാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ കിടക്കുന്നത്. നമ്മൾ ഇതുവരെ ഡിജിറ്റൽ എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഡിജിറ്റൽ അല്ല. അതായത് ധനകാര്യ മന്ത്രാലയത്തിന്റെ രേഖകൾ പരിശോധിച്ചാൽ അവരൊരു വലിയ മാറ്റം വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളൊരു വേർഡ് ഡോക്യുമെന്റിലോ എക്സലിലോ ടൈപ്പ് ചെയ്ത് PDF ആക്കി മാറ്റുന്ന ഇൻവോയ്സ് ഉണ്ടല്ലോ, അത് മനുഷ്യർക്ക് വായിക്കാൻ എളുപ്പമുള്ള വെറുമൊരു ചിത്രം, അതായത് ഒരു ഇമേജ് മാത്രമാണ്. ഓഹോ. പുതിയ നിയമപ്രകാരം അത് ഇൻവോയ്സ് അല്ല. പുതിയ ഇൻവോയ്സ് എന്ന് പറയുന്നത് UBL 2.1 എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക XML ഫോർമാറ്റിലുള്ള ഡാറ്റയാണ്. ഇതൊരു സ്ട്രക്ചേർഡ് ഡാറ്റയാണ്. സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനും നിങ്ങളുടെ ക്ലയന്റിന്റെ കമ്പ്യൂട്ടറിനും ഗവൺമെന്റിന്റെ സിസ്റ്റത്തിനും ഇടനിലക്കാരില്ലാതെ നേരിട്ട് സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു കോഡിംഗ് ഭാഷ. ഒരു നിമിഷം. അപ്പോൾ ഞാൻ ക്ലയന്റിന് അയക്കുന്ന ബില്ലിൽ അവർക്ക് വായിക്കാൻ പറ്റുന്ന അക്കങ്ങളോ അക്ഷരങ്ങളോ ഒന്നും ഉണ്ടാകില്ലേ? വെറും കമ്പ്യൂട്ടർ കോഡുകൾ മാത്രമാണോ അയക്കുന്നത്? അതൊരു വലിയ ബുദ്ധിമുട്ടല്ലേ? ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നും. പക്ഷേ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വളരെ സ്മാർട്ടാണ്. ഇപ്പോ ഭാവിയിലിത് PDF A3 എന്നൊരു ഹൈബ്രിഡ് ഫോർമാറ്റിലേക്ക് മാറും. ഈ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടിയുള്ളതാണോ? കൃത്യമായി പറഞ്ഞാൽ അതെ. ഇതിന്റെ പ്രത്യേകത എന്താണെന്നാൽ മനുഷ്യർക്ക് വായിക്കാൻ കഴിയുന്ന ഒരു സാധാരണ PDF ഫയലായിരിക്കും പുറമേ കാണുക. എന്നാൽ ആ ഫയലിന്റെ ഉള്ളിൽ മെഷീനുകൾക്ക് വായിക്കാൻ കഴിയുന്ന ഈ പറഞ്ഞ XML ഡേറ്റ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ഓ, അപ്പോൾ നമുക്ക് കാണാനും പറ്റും, മെഷീന് വായിക്കാനും പറ്റും. അവേ, നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് വായിക്കാം. അത് ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ഇട്ടാൽ അത് തനിയെ ആ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തോളും. എനിക്ക് തോന്നുന്നത് ഇതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് കുറച്ചുകൂടി വ്യക്തമാകുമെന്നാണ്. ഇപ്പോ നമ്മളൊരു സ്പ്രെഡ്ഷീറ്റിലെ കണക്കുകളുടെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയക്കുന്നതും യഥാർത്ഥ സ്പ്രെഡ്ഷീറ്റ് ഫയൽ തന്നെ ഇമെയിലിൽ അയക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണോ ഇത്? വളരെ കൃത്യമായ ഉപമയാണത്. അല്ലേ? ഫോട്ടോ കിട്ടിയാൽ എനിക്ക് ആ കണക്കുകൾ നോക്കി വീണ്ടും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണം, സമയം പോകും, പിന്നെ തെറ്റുകളും പറ്റാം. എന്നാൽ ഫയൽ നേരിട്ട് കിട്ടിയാൽ അതിലെനിക്ക് കണക്കുകൾ കൂട്ടാനും മാറ്റങ്ങൾ വരുത്താനും എളുപ്പത്തിൽ സാധിക്കും. ഈ ഫോട്ടോയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന PDF. യഥാർത്ഥ സ്പ്രെഡ്ഷീറ്റാണ് പുതിയ XML ഇൻവോയ്സ്. ശരിയല്ലേ? അതെ അതെ. ആ ഫോട്ടോ നോക്കി ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി വരുന്ന സമയനഷ്ടം അതില്ലാതാക്കുക എന്നതാണ് ഈ പുതിയ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. നിങ്ങൾക്കറിയാമോ, ഈ ഡാറ്റ എൻട്രിയിലെ തെറ്റുകൾ കാരണം കമ്പനികൾക്ക് എത്രത്തോളം പണവും സമയവുമാണ് നഷ്ടപ്പെടുന്നതെന്ന് ധ്രുവ കൺസൾട്ടൻസിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്.
സ്ട്രക്ചേർഡ് ഡാറ്റ നേരിട്ട് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഈ പ്രശ്നം പൂർണ്ണമായും ഇല്ലാതാകും. ഓക്കെ, അപ്പോ എനിക്കിത് മനസ്സിലായി. നമ്മളിനി ഡാറ്റ എൻട്രി ചെയ്യില്ല, മെഷീനുകൾ തമ്മിൽ നേരിട്ട് ഡാറ്റ കൈമാറും. പക്ഷേ ഇത്രയും സ്മാർട്ടായ ഈ XML ഫയൽ ഞാൻ എങ്ങനെയാണ് എന്റെ ക്ലയന്റിന് കൊടുക്കുന്നത്? ഞാൻ പഴയ പോലെ എന്റെ ഇമെയിലിൽ അറ്റാച്ച് ചെയ്തയക്കുമോ? അവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ അടുത്ത നിർണായകമായ മാറ്റം വരുന്നത്. നിങ്ങൾ ഇനി മുതൽ ക്ലയന്റിന് നേരിട്ട് ഇമെയിലിൽ ബില്ലുകൾ അയക്കില്ല. എന്ത്? അതെന്താ അങ്ങനെ? ഞാൻ എന്റെ സാധനം വിൽക്കുന്നു, ഞാൻ തന്നെ അവർക്ക് ബില്ല് അയക്കുന്നു. ഇതിൽ ആർക്കാണ് പ്രശ്നം? പ്രശ്നമുണ്ട്. നിങ്ങൾ നേരിട്ട് ഇമെയിൽ അയക്കുമ്പോൾ ആ ബില്ലിലെ വിവരങ്ങൾ സുരക്ഷിതമാണെന്നോ അതിൽ തിരിമറികൾ നടന്നിട്ടില്ലെന്നോ ആർക്കും ഉറപ്പുവരുത്താൻ കഴിയില്ലല്ലോ. അത് ശരിയാണ്. അതിനാണ് UAE വളരെ സുരക്ഷിതമായ ഡീസെൻട്രലൈസ്ഡ് കണ്ടിന്യൂസ് ട്രാൻസാക്ഷൻ കൺട്രോൾ ആൻഡ് എക്സ്ചേഞ്ച് മോഡൽ സ്വീകരിച്ചിരിക്കുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭാരം തോന്നുന്നുണ്ടല്ലോ. കേൾക്കുമ്പോൾ കുറച്ച് സങ്കീർണമാണെന്ന് തോന്നും. അടിസ്ഥാനപരമായി ഇത് പേപോൾ എന്ന ആഗോള നെറ്റ്വർക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിസ്റ്റമാണ്. ഇതിനെ 5 കോർണർ മോഡൽ എന്നാണ് വിളിക്കുന്നത്. 5 കോർണർ മോഡലോ? ഈ 5 കോർണർ എന്നത് എന്താണ്? ഇതൊരുമാതിരി സർക്കാർ ഓഫീസുകളിൽ ഓരോ ടേബിളിലും കയറിയിറങ്ങുന്ന പോലെ ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമാണെന്ന് തോന്നുമല്ലോ കേൾക്കുമ്പോൾ. ഇൻവോയ്സ് അവിടെ പോയി ഇവിടെ പോയി ഒക്കെ എത്തണ്ടേ? അല്ലല്ല, അങ്ങനെയല്ല. ഇതൊരു ഫിസിക്കൽ പ്രക്രിയ അല്ല. എല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന ഡിജിറ്റൽ പ്രക്രിയയാണ്. ഓക്കെ. ഞാൻ ഈ കോർണറുകൾ എന്താണെന്ന് വളരെ ലളിതമായി പറയാം. കോർണർ 1 എന്ന് പറയുന്നത് നിങ്ങളാണ്, അതായത് സപ്ലയർ. കോർണർ 4 എന്നത് നിങ്ങളുടെ ക്ലയന്റാണ്, അതായത് വാങ്ങുന്നയാൾ. ശരി. ഇതുവരെ നിങ്ങൾ കോർണർ 1ൽ നിന്നും നേരിട്ട് കോർണർ 4ലേക്ക് ഇൻവോയ്സ് അയക്കുകയായിരുന്നു. എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ അക്കൗണ്ടിംഗ് സിസ്റ്റം ഈ ഇൻവോയ്സ് ഡേറ്റ കോർണർ 2ലേക്ക് അയക്കും. അപ്പോ ആരാണ് ഈ കോർണർ 2? കോർണർ 2 എന്നത് നിങ്ങളുടെ അക്രഡിറ്റഡ് സർവീസ് പ്രൊവൈഡർ, അതായത് ASP ആണ്. ഇതൊരു അംഗീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആയിരിക്കും. അതായത് ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ഇടനിലക്കാരൻ. അതെ. ഈ ASP നിങ്ങൾ നൽകിയ ഡേറ്റ ശരിയാണോ, അതിൽ വേണ്ട വിവരങ്ങളെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കും. എല്ലാം കൃത്യമാണെങ്കിൽ കോർണർ 2 ആ ഇൻവോയ്സിനെ കോർണർ 3ലേക്ക് സുരക്ഷിതമായി കൈമാറും. അപ്പോ ഈ കോർണർ 3 എന്ന് പറയുന്നതും ഇതുപോലെ ഒരു ASP ആണോ? കൃത്യമായി. കോർണർ 3 എന്നത് നിങ്ങളുടെ ക്ലയന്റിന്റെ, അതായത് വാങ്ങുന്നയാളുടെ സർവീസ് പ്രൊവൈഡറാണ്. ആ ASP ആണ് കോർണർ 4ലുള്ള ക്ലയന്റിന് അവരുടെ ERP സിസ്റ്റത്തിലേക്ക് ഡേറ്റ നൽകുന്നത്. അതായത് ഞാനും ക്ലയന്റും തമ്മിൽ നേരിട്ട് സംസാരിക്കുന്നില്ല, ഞങ്ങൾക്കിടയിൽ 2 ഇടനിലക്കാരുണ്ട്. ഈ ASPകളെ എനിക്ക് മനസ്സിലാവുന്നത് ഒരു എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസർമാരെ പോലെയാണ്. നല്ലൊരു ഉദാഹരണമാണ്. അല്ലേ? അതായത് എന്റെ പെട്ടിയിൽ, ഇവിടെ ഇൻവോയ്സിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത എന്തെങ്കിലുമുണ്ടോ, അല്ലെങ്കിൽ വെക്കേണ്ട സാധനങ്ങൾ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പരിശോധിക്കുന്ന കസ്റ്റംസ് ഓഫീസർ. എല്ലാം കൃത്യമാണെങ്കിൽ മാത്രം ബോർഡർ ക്രോസ് ചെയ്യാൻ അനുവദിക്കുന്നു. അതെ, ആ ഉപമ വളരെ കൃത്യമാണ്. ഈ ASPകൾ ഡേറ്റയെ വാലിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തെറ്റായ ഇൻവോയ്സുകൾ സിസ്റ്റത്തിലേക്ക് കയറുന്നത് അവർ തടയുന്നു. ശരി. അപ്പോ കോർണർ 1, 2, 3, 4ആയി. 5ാമത്തെ കോർണർ എവിടെ പോയി? ഈ 5ാമത്തെ കോർണറാണ് ശരിക്കും ഈ മുഴുവൻ സിസ്റ്റത്തിന്റെയും മാജിക്. കോർണർ 5 എന്നത് ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ കേന്ദ്ര പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മുടെ FTTA. അതെ. ഇൻവോയ്സ് കോർണർ 2ൽ നിന്നും കോർണർ 3ലേക്ക് പോകുന്ന അതേ നിമിഷം തന്നെ ആ ഇടപാടിന്റെ നികുതി വിവരങ്ങൾ അടങ്ങിയ ടാക്സ് ഡാറ്റ ഡോക്യുമെന്റ് FTTAയുടെ പ്ലാറ്റ്ഫോമിലേക്ക് തത്സമയം എത്തും. വാവ്, ഇത് ഭയങ്കരമായൊരു കാര്യമാണല്ലോ. നിങ്ങൾ ഈ ഡീപ് ഡൈവ് കേൾക്കുന്ന ഒരു ബിസിനസ് ഉടമയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. മാസാവസാനം അക്കൗണ്ടന്റിനെ വിളിച്ച് നമുക്ക് ഈ മാസത്തെ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി ഈ ബില്ല് അടുത്ത മാസത്തേക്ക് മാറ്റാം എന്നൊക്കെ പറയുന്ന പരിപാടി ഇനി നടക്കില്ല. തീർച്ചയായുമില്ല. നിങ്ങളൊരു സെയിൽ നടത്തുന്ന അതേ മില്ലി സെക്കൻഡിൽ തന്നെ FTTA അറിയുന്നു നിങ്ങളൊരു ഇടപാട് നടത്തിയെന്നും അതിൽ ഇത്ര രൂപ ടാക്സ് ഉണ്ടെന്നും. ഇതൊരു വലിയ ഗെയിം ചേഞ്ചറാണ്. 100%. ഗ്രാൻഡ് തോണ്ടൺ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ടാക്സ് റിട്ടേണുകൾ ഇനി പ്രീഫിൽഡായി വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ടാക്സ് അടയ്ക്കാൻ പോകുമ്പോഴേക്കും ഡേറ്റ ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. അതെ. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ സർക്കാരിന് നിങ്ങളുടെ മുഴുവൻ കണക്കുകളും അറിയാം. പിന്നെ 10,000 ദിർഹത്തിന് താഴെയുള്ള ഇടപാടുകൾക്ക് ഇതുവരെ നൽകിയിരുന്ന സിംപ്ലിഫൈഡ് ഇൻവോയ്സുകളുണ്ടല്ലോ, അതിനുണ്ടാവില്ല. എല്ലാത്തിനും ഈ കൃത്യമായ പ്രക്രിയ വേണ്ടിവരും. ഇപ്പൊ എനിക്ക് ഈ സിസ്റ്റത്തിന്റെ വ്യാപ്തി ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഇത് വെറുതെ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടിയല്ല.
നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ എന്റെ ഓഡിറ്റർ നോക്കിക്കോളും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റ്. അതെ, അതൊരു തെറ്റായ ചിന്തയാണ്. ഇതൊരു അക്കൗണ്ടിംഗ് അപ്ഡേറ്റ് അല്ല, ഇതൊരു പൂർണ്ണമായ IT ഓവർഹോൾ ആണ്. നിങ്ങളുടെ നിലവിലെ സോഫ്റ്റ്വെയറിന് API ഇന്റഗ്രേഷൻ വഴക്കമുണ്ടോ എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ IT ടീമിനോട് ചോദിക്കണം. ശരി, ഈ വലിയ മാറ്റം എപ്പോഴാണ് നമ്മുടെ തലയിലേക്ക് വരുന്നത്? സർക്കാരിന്റെ ടൈംലൈൻ വളരെ വ്യക്തമാണ്. 2026 ജൂലൈ 1 മുതൽ ഈ സംവിധാനത്തിന്റെ പൈലറ്റ് പ്രോഗ്രാം ആരംഭിക്കും. എന്നാൽ എല്ലാവരും ഒരേ ദിവസമല്ല ഇതിലേക്ക് മാറേണ്ടത്. വലിയ കമ്പനികളാണ് ആദ്യം മാറേണ്ടത്. 50 ദശലക്ഷം ദിർഹമോ അതിൽ കൂടുതലോ വാർഷിക വരുമാനമുള്ള വലിയ ബിസിനസ്സുകൾ 2026 ജൂലൈ 31-നകം അവരുടെ സർവീസ് പ്രൊവൈഡറെ നിയമിച്ചിരിക്കണം. തുടർന്ന് 2027 ജനുവരി 1-ന് അവർ ഈ പുതിയ സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കുകയും വേണം. എന്തിനാണ് ഈ വലിയ കമ്പനികളെ ആദ്യം ഇതിലേക്ക് കൊണ്ടുവരുന്നത്? അവർക്ക് കൂടുതൽ ഇടപാടുകൾ ഉള്ളതുകൊണ്ട് ഇത് അവർക്കല്ലേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക? അതുതന്നെയാണ് പ്രധാന കാരണം. സിസ്റ്റം എത്രത്തോളം ലോഡ് താങ്ങും എന്ന് പരിശോധിക്കാനും, അതായത് സ്ട്രെസ് ടെസ്റ്റിംഗ് നടത്താനും, വലിയ സാമ്പത്തിക വിവരങ്ങൾ പെട്ടെന്ന് ഡിജിറ്റലാകാനും ഇത് സഹായിക്കും. വലിയ കമ്പനികൾക്ക് മികച്ച IT ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുമല്ലോ. ശരിയാണ്, അവർക്കതിനുള്ള സംവിധാനങ്ങളുണ്ടാകും. അതെ, അവർ മാറിക്കഴിഞ്ഞാൽ 50 ദശലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ഇടത്തരം ചെറിയ ബിസിനസ്സുകളുടെ ഊഴമാണ്. അവർ 2027 മാർച്ച് 31-നകം ASPയെ നിയമിക്കുകയും ജൂലൈ 1-ന് സംവിധാനം ആരംഭിക്കുകയും വേണം. സർക്കാർ സ്ഥാപനങ്ങളും 2027 ഒക്ടോബർ 1-നകം ഇതിലേക്ക് വരും. ഒരു ഡൗട്ടുണ്ട്. അപ്പോ നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ബില്ലും ഇതുപോലെ ഇൻവോയ്സ് ആകുമോ? ഇല്ലില്ല. നിലവിൽ B2C, അതായത് ഒരു സാധാരണക്കാരൻ സൂപ്പർമാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനോ ഈ നിയമം ബാധകമല്ല. ഇത് പ്രധാനമായും B2B, അതുപോലെ B2G ഇടപാടുകൾക്കാണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ സാധാരണക്കാരെന്ന് നേരിട്ട് ബാധിക്കില്ല. ഇനി എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. KPMGയുടെ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചിരുന്നു. അതിലെ ഇൻവോയ്സിലെ ചില നിർബന്ധിത ഫീൽഡുകളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്റ് AE ഡാറ്റ ഡിക്ഷണറി എന്നൊക്കെയാണ് അതിൽ കാണുന്നത്. അതെ, പിന്റ്. നമ്മൾ സാധാരണ ഒരു ബില്ലടിക്കുമ്പോൾ അതിൽ ഡേറ്റും കസ്റ്റമറുടെ പേരും തുകയും പിന്നെ ടാക്സ് നമ്പറും ഇങ്ങനെ ഒരു 4-5 കാര്യങ്ങളല്ലേ കൊടുക്കാറുള്ളൂ. പക്ഷെ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ഇൻവോയ്സിൽ 51 ഫീൽഡുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നാണ്. 51 ഫീൽഡുകളോ ഒരു സാധാ ഇൻവോയ്സിലോ? ബാക്കി 48 എന്തൊക്കെയാണ്? അത് കേൾക്കുമ്പോൾ വലിയൊരു നമ്പറായി തോന്നും. പക്ഷേ പിന്റ് AE ഡാറ്റ ഡിക്ഷണറി വളരെ കർശനമാണ്. കാരണം ഈ ബില്ല് വായിക്കുന്നത് മനുഷ്യരല്ല, മെഷീനുകളാണല്ലോ. മനുഷ്യനാണെങ്കിൽ ഒരു പേരിന്റെ സ്പെല്ലിംഗ് ചെറുതായി തെറ്റിയാലും അല്ലെങ്കിൽ അഡ്രസ്സ് മുഴുവൻ ഇല്ലെങ്കിലും അത് ഊഹിച്ചെടുക്കാൻ സാധിക്കും. തീർച്ചയായും. എന്നാൽ മെഷീന് കൃത്യമായ ഡാറ്റ വേണം. ഈ 51 ഫീൽഡുകളിൽ ഇൻവോയ്സ് ടൈപ്പ്, കറൻസി കോഡ്, എക്സ്ചേഞ്ച് റേറ്റ്, ഓരോ ഐറ്റത്തിന്റെയും അളവ്, UN സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള യൂണിറ്റ് കോഡ് തുടങ്ങിയ ഒരുപാട് സാങ്കേതിക വിവരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇതിലേറ്റവും ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് ടിൻ നമ്പറാണെന്ന് തോന്നുന്നു. എന്റെ കമ്പനിയുടെ ടാക്സ് നമ്പർ ചോദിച്ചാൽ ഞാൻ എന്റെ വാറ്റ് നമ്പറാണ് കൊടുക്കുക. ഈ പുതിയ ടിൻ എന്ന് പറയുന്നത് വേറെ വല്ല നമ്പറുമാണോ? അവിടെയാണ് പല ബിസിനസ്സുകൾക്കും തെറ്റാൻ പോകുന്നത്. ഈ പുതിയ ഇൻവോയ്സിംഗ് സിസ്റ്റത്തിൽ സപ്ലയറെയും വാങ്ങുന്നയാളെയും സിസ്റ്റം തിരിച്ചറിയുന്നത് ഈ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അഥവാ ടിൻ വെച്ചാണ്. ഇത് നിങ്ങളുടെ വാറ്റ് നമ്പർ അല്ല. അല്ലേ? പിന്നെ ഏതാ? നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ നമ്പറിന്റെ ആദ്യത്തെ 10 അക്കങ്ങളായിരിക്കും ഈ ടിൻ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, കോർപ്പറേറ്റ് ടാക്സ് നമ്പറോ? UAയിൽ ചെറിയ വരുമാനമുള്ള ബിസിനസ്സുകൾക്കും ഫ്രീ സോൺ കമ്പനികൾക്കും കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടതില്ലല്ലോ. അപ്പൊ അവർക്ക് ഈ നമ്പർ ഉണ്ടാകില്ലല്ലോ. അവരെന്തു ചെയ്യും? അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കാൻ ബാധ്യതയില്ലാത്ത ബിസിനസ്സുകൾ പോലും കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുത്ത് ഈ നമ്പർ സ്വന്തമാക്കേണ്ടി വരും എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അല്ലാത്തപക്ഷം അവർക്ക് ഇൻവോയ്സിംഗ് നെറ്റ്വർക്കിൽ പ്രവേശിക്കാൻ കഴിയില്ല. ശരി, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ 51 ഫീൽഡുകളിലേക്ക് വരാം. എന്റെ കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ ഈ 51 ഫീൽഡുകളും കൃത്യമായി മാപ്പ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഉദാഹരണത്തിന് എന്റെ ഒരു സ്റ്റാഫ് ഇൻവോയ്സ് അടിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ വിവരം വിട്ടുപോയി എന്നിരിക്കട്ടെ. ഞാൻ ഈ ഇൻവോയ്സ് എന്റെ ASPക്ക് അയച്ചു കൊടുക്കുന്നു. എന്ത് സംഭവിക്കും? വളരെ ലളിതം. ഇൻവോയ്സ് റിജക്റ്റ് ആവും. നിങ്ങളുടെ ക്ലയന്റിന് ആ ഇൻവോയ്സ് ലഭിക്കില്ല.
CLA എമിറേറ്റ്സിന്റെ റിപ്പോർട്ടിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങളുടെ ERP സിസ്റ്റവും ASP പ്ലാറ്റ്ഫോമും തമ്മിൽ കൃത്യമായ മാപ്പിംഗ് നടന്നില്ലെങ്കിൽ സിസ്റ്റം ആ ഫയൽ നിരസിക്കും. ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇൻവോയ്സ് റിജക്റ്റ് ആയാൽ നിങ്ങളുടെ ക്ലയന്റ് പറയും, എനിക്ക് ബില്ല് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പേയ്മെന്റ് തരില്ലാന്ന്. അതെ, കൃത്യമായി. നിങ്ങൾക്ക് ക്യാഷ് കിട്ടാൻ വൈകും, നിങ്ങളുടെ ബിസിനസ് അവിടെ ബ്ലോക്കാവും. ഒരു ചെറിയ സോഫ്റ്റ്വെയർ കോഡിംഗ് പ്രശ്നം നിങ്ങളുടെ കമ്പനിയുടെ പണമൊഴുക്കിനെ തന്നെ ബാധിക്കും. ഇങ്ങനൊരു സിസ്റ്റം കൊണ്ടുവരുന്നത് ബിസിനസ്സുകളെ ശ്വാസം മുട്ടിക്കാനല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? പുതിയ ERP വാങ്ങണം, IT ടീമിനെ വെക്കണം, ASPക്ക് ഫീസ് കൊടുക്കണം, ഇതിനൊക്കെ ഭയങ്കര ചെലവല്ലേ? എന്തിനാണിതൊക്കെ? നോക്കൂ, തുടക്കത്തിൽ ഇതിനൊരു വലിയ ചെലവ് വരും എന്നത് യാഥാർത്ഥ്യമാണ്. സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാനും സ്റ്റാഫിന് ട്രെയിനിംഗ് നൽകാനും പണം വേണ്ടിവരും. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ബിസിനസ്സുകൾക്ക് ലാഭമേ ഉണ്ടാക്കൂ. അതെങ്ങനെ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു പേപ്പർ ഇൻവോയ്സ് പ്രിന്റ് ചെയ്ത് പോസ്റ്റിലോ കൊറിയറിലോ അയച്ച് അത് അവിടെയുള്ള വേറൊരാൾ ഡാറ്റ എൻട്രി ചെയ്ത് ഇതൊക്കെ ഒഴിവാക്കുമ്പോൾ ധനകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇൻവോയ്സ് പ്രോസസ്സിംഗ് ചിലവുകളിൽ 66% വരെ കുറവ് വരുത്താൻ ഇതിലൂടെ സാധിക്കും. ഓ, അത്രയും വലിയൊരു കുറവ് വരുമോ? അതെ. അതുമാത്രമല്ല, ബിൽ അയച്ച ഉടനെ അത് അപ്രൂവ് ആകുന്നതുകൊണ്ട് പേയ്മെന്റ് വേഗത്തിൽ ലഭിക്കാനും ഇത് സഹായിക്കും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വാറ്റ് ചോർച്ച പൂർണ്ണമായും തടയാനും സമ്പദ് വ്യവസ്ഥയെ ഡിജിറ്റലൈസ് ചെയ്യാനും ഇത് അത്യാവശ്യമാണ്. ശരി, ലോങ് ടേം ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ചില ചെറിയ കമ്പനികളെങ്കിലും വിചാരിച്ചേക്കാം, തൽക്കാലം ഞാനിതൊന്നും ചെയ്യുന്നില്ല, സർക്കാർ വന്ന് പിടിക്കുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് പതുക്കെ ചെയ്യാം എന്ന്. അങ്ങനെയുള്ളവർ കാത്തിരുന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെ കാത്തിരിക്കുന്നത് ബിസിനസ് പൂട്ടാൻ പോകുന്നതിന് തുല്യമായിരിക്കും. കാരണം പിഴകൾ വളരെ വലുതാണ്. ക്യാബിനറ്റ് ഡിസിഷൻ നമ്പർ 106 പ്രകാരം വളരെ കർശനമായ ശിക്ഷാ നടപടികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. ആ പിഴകൾ എത്രത്തോളം വരുമെന്ന് കൂടി ഒന്ന് പറയാമോ? എന്നാലേ കേൾക്കുന്നവർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകൂ. തീർച്ചയായും. നിങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഇൻവോയ്സിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വൈകിയാൽ ഓരോ മാസത്തിനും 5000 ദിർഹമാണ് പിഴ. മാസത്തിൽ 5000? അതെ. ഇനി സിസ്റ്റമൊക്കെ വെച്ചു, പക്ഷേ ഇലക്ട്രോണിക്കായി ഇൻവോയ്സുകൾ അയക്കാതെ പഴയ പോലെ വേറെ രീതിയിൽ അയച്ചാൽ ഒരു ഇൻവോയ്സിന് 100 ദിർഹം വീതം പിഴ വരും. ഇത് ഒരു മാസം പരമാവധി 5000 ദിർഹം വരെ ആകാം. വൗ! ഇനി ഏറ്റവും ഗൗരവമുള്ള കാര്യം പറയാം. നിങ്ങളുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു, അതായത് സിസ്റ്റം ഡൗൺ ആയി, അക്കാര്യം നിങ്ങൾ FTAയെ യഥാസമയം അറിയിച്ചില്ലെങ്കിൽ പ്രതിദിനം 1000 ദിർഹമാണ് പിഴ. പ്രതിദിനം 1000 ദിർഹം. അതായത് നിങ്ങളുടെ IT സിസ്റ്റത്തിലൊരു തകരാറ് കാരണം ഒരു 10 ദിവസം ഇൻവോയ്സ് പോയില്ലെങ്കിൽ 10000 ദിർഹം വെറുതെ പിഴയടക്കേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ ഇതൊരു ഭയപ്പെടുത്തുന്ന കാര്യമായി തോന്നാം. പക്ഷെ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. കേവലം ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനപ്പുറം ബിസിനസ് പ്രക്രിയകളെ പൂർണ്ണമായും പുനർനിർമ്മിക്കാനുള്ള വലിയൊരു കാൽവെപ്പാണ് UAEയിലെ ഈ പുതിയ ഇൻവോയ്സിംഗ് സംവിധാനം. അതെ, ബിസിനസ് ചെയ്യുന്ന രീതി തന്നെ ഡിജിറ്റലാകുന്നു. നിങ്ങളുടെ ERP സിസ്റ്റങ്ങൾ ഇനി കേവലം കണക്കെഴുതാനുള്ള പുസ്തകങ്ങളല്ല, അവ ഗവൺമെന്റിന്റെ സിസ്റ്റവുമായി നേരിട്ട് സംസാരിക്കുന്ന ഉപകരണങ്ങളാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ IT വെണ്ടർമാരുമായി സംസാരിക്കുക. നിങ്ങളുടെ സോഫ്റ്റ്വെയറുകൾക്ക് UBL 2.1 സ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ടാക്കാനും അത് നിങ്ങളുടെ ASP വഴി അതിവേഗം കൈമാറാനും കഴിയുമെന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇന്നത്തെ ഈയൊരു വിശകലനം അവസാനിപ്പിക്കുന്നതിനു മുൻപായി വളരെ പ്രസക്തമായ ഒരു കാര്യം നിങ്ങൾ സ്വയം ചിന്തിക്കാൻ ഞാൻ വിടുകയാണ്. ഇത് UAEയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. സൗദി അറേബ്യ, സിംഗപ്പൂർ, യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങി ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ എപ്പോൾ പോലെയുള്ള നെറ്റ്വർക്കുകളിലൂടെ ലക്ഷക്കണക്കിന് ബിസിനസ്സുകളുടെ തത്സമയ സാമ്പത്തിക വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങുകയാണ്. വളരെ വലിയൊരു മാറ്റമാണത്. അങ്ങനെയെങ്കിൽ ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ഭാവി എന്തായിരിക്കും? ഒരു രാജ്യത്ത് എത്ര കച്ചവടം നടക്കുന്നുണ്ട് എന്ന് മാസങ്ങൾക്ക് ശേഷമുള്ള റിപ്പോർട്ടുകളിലൂടെയല്ല, മറിച്ച് തത്സമയം ഗവൺമെന്റുകൾക്കറിയാൻ കഴിയുമെങ്കിൽ സാമ്പത്തിക മാന്ദ്യങ്ങൾ സംഭവിക്കുന്നതിനു മുൻപ് തന്നെ ഈ ഡേറ്റ ഉപയോഗിച്ച് അത് പ്രവചിക്കാനും തടയാനും സർക്കാരുകൾക്ക് സാധിക്കുമോ? നിങ്ങളിതൊന്ന് ആലോചിച്ചു നോക്കൂ. ശരിക്കും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ വലിയ മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും നിങ്ങളുടെ ബിസിനസ്സുകളെ ഈ ഡിജിറ്റൽ യുഗത്തിനായി സജ്ജമാക്കാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഡീപ് ഡൈവ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും തയ്യാറെടുപ്പുകളും എന്താണെന്ന് സ്വയം വിലയിരുത്തുക. വീണ്ടും കാണാം.